ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂഷൻ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനസ്. ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂരിലെ ഒരു ക്രിസ്ത്യൻ മലയാളി മാനേജ്മെൻറ്റ് കോളേജ് ആയിട്ടുള്ള ഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്ന സെൻറ്റ് ക്ലാരറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഉള്ളത്. ഇതൊരു മലയാളി മാനേജ്മെൻറ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇവിടെ GNM, അതുപോലെ തന്നെ BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ഇത്രയധികം കോഴ്സിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ പോയിട്ട് കോളേജിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ കണ്ടിട്ട് സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചറിയാം. ഓക്കെ, കമോൺ. എൻ്റെ പേര് എലീസ ജോസ്. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ സെന്റ് ക്ലാരറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് BSc സ്റ്റുഡൻ്റ് ആണ്. ഇവിടുത്തെ ടീച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫാക്കൽറ്റീസും നല്ല ഫെസിലിറ്റീസുമാണ് നമുക്കുള്ളത്. മലയാളി ടീച്ചേഴ്സും നമുക്കുണ്ട്. നമുക്ക് ഇവിടെ ലാബും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ത് ഡൗട്ട് വന്നാലും ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാം. ട്രെയിനിങ് എല്ലാം കൊടുത്തതിന് ശേഷം ബിഫോർ ഗോയിങ് ടു ക്ലിനിക്കൽസ് അവരെല്ലാം ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. മാനേജ്മെന്റ് മലയാളീസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു പ്രയോറിറ്റി എപ്പോഴും കിട്ടും. ക്ലിനിക്സിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് മൊത്തത്തിൽ അവർക്ക് ഫുൾ പ്രാക്ടീസ് സെഷൻസ് കൊടുക്കുന്നത് ഈ ലാബിൽ വെച്ചാണ്. ഇവിടെ തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പോസ്റ്റിങ്ങിന് ഇവിടെ ഈ കോളേജിൻ്റെ തന്നെ ആയിട്ട് മദർ ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് നമ്മളെ പോസ്റ്റിങ്ങിന് കൊണ്ടുപോകാറ്. നമ്മുടെ പേഷ്യൻസിൻ്റെ ഓരോരോ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാം. അതുമായിട്ട് കുറേ നോളേജ് നമുക്ക് ഗെയിൻ ചെയ്യാം. എന്താണ് അവരുടെ കണ്ടീഷൻ, നമുക്ക് അവരുമായിട്ട് കുറേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേഴ്സിംഗ് എന്താ ബാംഗ്ലൂർ പ്രിഫർ ചെയ്തത്? കേരളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അബ്രോഡ് നേഴ്സിംഗ് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഭാഷയൊക്കെ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാറ്. ഒരു ബാച്ച് പോസ്റ്റിങ്ങിന് പോയേക്കും. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞങ്ങൾ പ്രാക്ടീസ്. എവിടെയാണോ കൂടുതൽ കേസസ് ഇവർക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്നത് അപ്പം ആ ഹോസ്പിറ്റലുകളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ സെൻഡ് ചെയ്യും. സൈക്കാട്രിയും അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ ഹോസ്പിറ്റൽ സൈക്കാട്രി കേസ് വളരെ കുറവാണ്. എൻ്റെ ഒരു അനസ്, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് കാണിച്ച ലാബ്സും അതുപോലെ തന്നെ ക്ലാസ് റൂംസും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഓക്കെ മാം, കോളേജൊക്കെ ഒന്ന് പോകാം. അതിന് മുന്നേ മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് ഗ്രീഷ്മ. ഇവിടെ ലെക്ചറാണ്. ഞാനിവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. OBG ആണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ. ഇവിടെ നാട്ടിൽ പാലക്കാടാണല്ലേ? കോളേജൊക്കെ ഒന്ന് പോകാം. ഫസ്റ്റ് നമുക്ക് ലൈബ്രറി കാണാം. ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി വരുന്നത്. നമുക്ക് ലൈബ്രറി പോയിട്ട് നോക്കാം. അത്യാവശ്യം നല്ലൊരു വലിയൊരു ലൈബ്രറി തന്നെയാണ്. അപ്പോൾ ഈ ലൈബ്രറിയിൽ എല്ലാ തരം ബുക്കുകളും വരുന്നുണ്ട്. ആസ് പെർ ദെയർ സിലബസ് ഓൾ ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഉണ്ട്. സോ ഫസ്റ്റ് ഇയറിൽ അവർക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ആൻഡ് അനാറ്റമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി. അപ്പോൾ ആ ബുക്സ് എല്ലാം ഉണ്ട്. ആൻഡ് ആസ് പെർ ഓൾ ഇയേഴ്സ് സെക്കൻഡ് ഇയറിൽ അവരുടെ ഏതാണോ സിലബസ് ഓൾ സബ്ജക്ട്സ് എല്ലാ ബുക്സും ഉണ്ട്. ആൻഡ് അതല്ലാതെ നമുക്ക് ജേർണൽസ് വരുന്നത്, ജേർണൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ തീസിസ്, MSc ലെവലിലുള്ള ബുക്സും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റുഡൻസ്, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇവിടുന്ന് ബുക്ക് എടുത്തിട്ട് അവർക്ക് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ രജിസ്റ്ററിൽ എഴുതിയിട്ട് ആസ് പെർ ഇവിടെ ഒരു കാർഡുണ്ട്, ലൈബ്രറി കാർഡ്. അപ്പോൾ ആ കാർഡ് വെച്ച് അവർക്ക് എടുക്കാം. ആൻഡ് ഒരു 1 വീക്കിനുള്ളിൽ അവർ റീപ്ലേസ് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. ആൻഡ് എഗെയിൻ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എഗെയിൻ അത് വന്നിട്ട് എടുക്കാൻ പോകാം. എല്ലാ ബുക്കുകളും എല്ലാ ബുക്സും അവൈലബിൾ ആണ്. ഐ മീൻ ന്യൂ എഡിഷൻ. ഓൾഡ് എഡിഷനും ഉണ്ട്. ഒപ്പം തന്നെ ന്യൂ എഡിഷൻ ബുക്സും എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മാം, എനിക്ക് ഇവിടുത്തെ ലാബ്സ് എല്ലാം ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ ഈ ലാബ് ഇത് ന്യൂട്രീഷൻ ലാബാണ്. ആക്ച്വലി ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമ്മിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ന്യൂട്രീഷൻ. അപ്പം ഇവർക്ക് ഇവിടെ കുക്കിംഗ് ഡെമോസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യും. ആൻഡ് അവർ പ്രിപ്പയർ ചെയ്ത കുറേ ചാർട്ട്സും ആൻഡ് അതർ ഏവിയേറ്റ്സ് ഒക്കെയാണിത്. ഓൺ ഹീറ്റ് വെച്ചിട്ടുള്ള ഫുഡ്സും ഉണ്ടാക്കും. സാലഡ്സും മറ്റും അങ്ങനെയുള്ളതും അവർ ഉണ്ടാക്കും.
ആസ് എ പാർട്ട് ഓഫ് കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ മാത്രമായിട്ട്. ഓക്കെ മാം, അടുത്ത ലാബ് ഒന്ന് കാണിച്ചു. മാം ഈ ലാബ് ഏതാണ്? ഇത് OBG ലാബാണ്, ഒബ്സ്റ്ററ്റിക്കൽ ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗിന്റെ ലാബാണ്. ലൈക്ക് അവർക്ക് 4th ഇയറിലാണ് ഈ ലാബ് കൂടുതലും വരുന്നത്. കൂടുതലല്ല, അപ്പോഴാണ് ഇതിന്റെ പർപ്പസ് വരുന്നത്. ഇവിടെ ഡെലിവറി മറ്റുമൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. മാനിക്യൂൺസ് ഉണ്ട്, അതിൽ നോർമൽ ഡെലിവറി എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ലൈക്ക് അവർക്ക് ലാസ്റ്റ് ഇയർ ആണ് കേട്ടോ. 4th ഇയർ എന്ന് പറയുമ്പം 7th or 8th സെം ആ സമയത്താണ് വരുന്നത്. 8th സെമ്മിലാണ് ഈ ഒരു ലാബ് വരുന്നത്, OBG വരുന്നത്. അപ്പം അവര് ക്ലിനിക്കൽസിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ പഠിക്കാം. ഇപ്പൊ ഇവര് ക്ലിനിക്കിൽ പോകുന്നത് ഓരോ സബ്ജക്ട് വൈസ് ആണോ പോകുന്നത്? ഇപ്പൊ OBG എന്ന് പറയുന്നത് അതെ, സബ്ജക്ട് വൈസ്, അതായത് ഓരോ ഇയറിലാണ് അവർക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പം ഫസ്റ്റ് ഇയറിൽ അവരുടെ പോസ്റ്റിംഗ് വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷന്റെ ബേസിസിലായിരിക്കും. അവർക്ക് ബേസിക് കാര്യങ്ങളായിരിക്കും ലൈക്ക് അവർ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത്. ഇപ്പം വൈറ്റൽസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതും അതൊക്കെ ഒരു നഴ്സിംഗ് ഫൗണ്ടേഷന്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് ആണ്. ഫസ്റ്റ് ബേസിക്സ് ഒക്കെയാണ്, ബെഡ് ബാത്ത് കൊടുക്കുന്നതും അങ്ങനെയൊക്കെ. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും മെഡിക്കൽ സർജിക്കൽ നഴ്സ് കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലോട്ട് അവർ പോകും. പിന്നെ 3rd ഇയർ ആകുമ്പോൾ കുറച്ചുകൂടി ഹയർ ലെവൽ. 3rd ഇയറിൽ വരുവാണെങ്കിൽ അവർക്ക് സൈക്യാട്രിക് പോസ്റ്റിംഗ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ടാവും, അതുപോലെ ചൈൽഡ് ഹെൽത്തിന്റെ പോസ്റ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ 4th ഇയർ വരുമ്പോൾ OBGയും അതുപോലെ നഴ്സിംഗ് മാനേജ്മെന്റിന്റെ പോസ്റ്റിംഗ് ഉണ്ടാവും. എന്നും എല്ലാ ലാബും ഇവിടെ ഉണ്ട്. അതെ, എല്ലാ ലാബും ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം ഒരു ആദ്യം പ്രാക്ടീസ് എല്ലാം ട്രെയിനിങ് എല്ലാം കൊടുത്തതിന് ശേഷം ബിഫോർ ഗോയിങ് ടു ക്ലിനിക്കൽസ് അവരെല്ലാം ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഓക്കെ, അടുത്ത ലാബ്സ് ഇതാണ് പീഡിയാട്രിക് ലാബ് അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിന്റെ ലാബാണിത്. ഈ ലാബ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഇയർ സ്റ്റുഡൻസ് ആണ്? ലൈക്ക് 3rd ഇയറിലാണ് അവരുടെ പീഡിയാട്രിക്സ് സബ്ജക്ട് വരുന്നത്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയും. കുട്ടികളുടെ കാര്യങ്ങളാണ് കൂടുതൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പം അവരുടെ മൈൽ സ്റ്റോൺസും ലൈക്ക് ഏത് ഇയറിൽ അല്ലെങ്കിൽ ഏത് മന്തിലാണ് അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസും മറ്റൊക്കെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് പീഡിയാട്രിക് ലാബ് അല്ലേ? ഞാനൊരു ഇത് ചോദിക്കുകയാണ്, കാരണം ഒരുപാട് സ്റ്റുഡൻസിനും പാരൻസിനുള്ള ഡൗട്ടാണ്. പഠിക്കുന്ന കോളേജിന് ഓൺ ഹോസ്പിറ്റൽ വേണമെന്നുള്ളത്. ഇവിടെ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ? അതുപോലെ തന്നെ ഇവിടെ തന്നെയാണോ ഈ പീഡിയാട്രിക് കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണോ ക്ലിനിക്കിൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓൺ ഹോസ്പിറ്റൽ ഉണ്ട്, ലൈക്ക് അവിടെയും നമ്മൾ പോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇവരുടെ സബ്ജക്റ്റ് വൈസ് ഇപ്പം ചൈൽഡ് ഹെൽത്ത് വരുവാണെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ കുട്ടികളുടെ കേസസ് വേണം. ഇപ്പം പീഡിയാട്രിക് കേസസ് കൂടുതലുള്ള ഹോസ്പിറ്റൽ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മൾ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് സ്പെഷ്യലൈസേഷൻ, ഇപ്പോൾ നമ്മൾ OBG ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഹോസ്പിറ്റലുണ്ട്. വിക്ടോറിയ എൻ്റെ അടുത്ത് തന്നെയുള്ള വാണി വിലാസ് ഹോസ്പിറ്റൽ. അപ്പം എവിടെയാണോ കൂടുതൽ കേസസ് ഇവർക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്നത് അപ്പം ആ ഹോസ്പിറ്റലുകളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ സെൻഡ് ചെയ്യും. സൈക്കാട്രിയും അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ സൈക്കാട്രിക് കേസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇവർക്ക് കൂടുതലും സൈക്കാട്രിക് കേസസ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വേണം. അപ്പം അതിന് ഇവിടെ ആണെങ്കിൽ കടബംസ് ഉണ്ട്, സ്പന്ദന ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പെർമിഷൻ ഓൾറെഡി എടുത്തിട്ട് ഇവരെ ആ ഒരു ലിമിറ്റഡ് ടൈം പീരീഡ്, ഇപ്പോൾ 1 month അല്ലെങ്കിൽ 2 months പോസ്റ്റിങ്ങിന് വിടും. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ടോ? എങ്ങനെയാണ്? 2nd ഇയർ സ്റ്റുഡൻസ് ഇപ്പോൾ പോസ്റ്റിങ്ങിലാണ്, അപ്പോളോ ഹോസ്പിറ്റലിലാണ് പോസ്റ്റിംഗ്. ഓക്കെ ഓക്കെ. അപ്പൊ അവര് ഡെയിലി പോയിട്ട് വരണോ? എങ്ങനെയാണ്? അല്ല, അവരവിടെ സ്റ്റേ ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ? സൂപ്പർവൈസിങ്ങിന് വേണ്ടി 2 സ്റ്റാഫും അവരോട് പോയിട്ടുണ്ട്. ആൻഡ് അവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കൂടുതൽ കിട്ടാനും അത് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് അവർ അവിടെ തന്നെ സ്റ്റേ അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ്. ഓക്കെ. മെജോറിറ്റി കോളേജുകളിൽ ഞാൻ മോർണിംഗ് ഡേ ഷിഫ്റ്റും അതുപോലെ ആഫ്റ്റർനൂൺ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് അവർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ അവരെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് അവരെ സ്റ്റേ ചെയ്യിപ്പിക്കുകയാണ് ഹോസ്പിറ്റലിന്റെ തന്നെ. ഇത് അനാറ്റമി ലാബാണ്. സോ അനാറ്റമി ആൻഡ് ഓൾസോ ഫിസിയോളജിയും കൂടി. ഫങ്ഷൻസ് വരുമ്പോൾ ഫിസിയോളജി ആൻഡ് സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോൾ അനാറ്റമി. അപ്പം ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് സെമ്മിൽ വരുന്ന സബ്ജക്റ്റ് ആണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി. അപ്പം കൂടുതലും ഡെമോൺസ്ട്രേഷൻസ് ലൈക്ക് ബോൺസ് ഒക്കെ കാണിക്കാനൊക്കെയാണ്. അതൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുക്കും. ആൻഡ് ഓൾ ദി സിസ്റ്റംസ് ഒക്കെ അവിടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം തൊട്ട് ഇപ്പൊ പഠിക്കുന്ന 3rd ഇയർ ഒക്കെ ഇയർ വൈസ് ആണല്ലോ, സെമസ്റ്റർ വൈസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന് അങ്ങനെ സെമസ്റ്റർ വൈസ് ആയിട്ട് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നുന്നത് കമ്പാരിറ്റീവ്ലി സെമസ്റ്റർ വൈസ് കുറച്ചുകൂടി ഈസിയാണ്.
കാരണം നമ്മൾ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇയർലി ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പം ഏകദേശം ഒരു 9 സബ്ജക്ട്സോളം വരും. അപ്പം അത് ഒരു വർഷം ലാസ്റ്റ് ഈ 9 സബ്ജക്ട്സും എക്സാം എഴുതാന്ന് പറയുന്നത് കുറച്ച് ബേർഡൻ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് പാസ്സാവാനുള്ള ഒരു ഇതുണ്ടല്ലോ പെർസെൻറ്റേജ് കുറച്ച് ലെസ്സാണ്. ഇപ്പം ഇവരുടെ സെമസ്റ്റർ വൈസ് ആകുമ്പോൾ ആകെ 2 എക്സാമേ വരുന്നുള്ളൂ. അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റും അതുപോലെ സൈക്കോളജി ആൻഡ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റും. അതും കറക്റ്റ് 6 months കഴിയുമ്പോൾ അവർക്ക് എക്സാമും വരുന്നുണ്ട്. അപ്പം അവർക്ക് ആ എക്സാം എഴുതാം. പിന്നെ അവരത് റിമെമ്പർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ അടുത്ത സബ്ജക്ട്സ് ആണ് തുടങ്ങുന്നത്. ന്യൂട്രീഷനും ബയോകെമിസ്ട്രിയും അതുപോലെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി അങ്ങനെ വരുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ എക്സാം അവിടെ വരുന്നുമില്ല. പിന്നെ ആകെ 2 സബ്ജക്ട്, നഴ്സിംഗ് ഫൗണ്ടേഷനും അതുപോലെ ന്യൂട്രീഷനും ബയോകെമിസ്ട്രി. അപ്പൊ കുറച്ച് സബ്ജക്റ്റേ ഉള്ളൂ, കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ഈ പാസ് ആവാനും കുറച്ച് ഈസിയാണ് കമ്പാരിറ്റീവ്ലി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി ലാബ് ആണല്ലേ. അപ്പൊ ഇത് ഏത് ഇയറിലെ സ്റ്റുഡൻസ് ആണ്? ആക്ച്വലി ഇവർക്ക് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമ്മിൽ കമ്മ്യൂണിറ്റി സബ്ജക്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. ഒരു തേർഡ് സെമ്മിൽ, ഫോർത്ത് സെം അതിലാണ് വരുന്നത്. എക്സാം വരുന്നില്ല, പക്ഷെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. എക്സാം വരുന്നത് സെക്കൻഡ് ഇയറിലായിരിക്കും. എക്സാം സെക്കൻഡ് ഇയറിലെ വരുന്നത്. ലാബ് വന്നിട്ട് ലാബ് സെയിം ഫസ്റ്റ് ഇയറിലും വരുന്നുണ്ട് ആൻഡ് സെയിം സെക്കൻഡ് ഇയറിലും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് തിയറി എക്സാം വരുന്നത് സെക്കൻഡ് ഇയറിലായിരിക്കും കമ്മ്യൂണിറ്റീൻ്റെ. അപ്പൊ നമ്മൾ പോസ്റ്റിംഗ് ഫസ്റ്റ് ഇയറിലും പ്ലാൻ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇവിടെ പോസ്റ്റിംഗ് എവിടെയാണ് ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കൊടുക്കും, അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതിപ്പോ ഞാനൊരു അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഏത് കോളേജ്, മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഏത് കോളേജാണ്, മെഡിക്കൽ കോളേജ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് പോസ്റ്റിംഗ് നിർബന്ധമാണ്. അതെല്ലാവരും അവിടെ അടുത്തുള്ള ഒരു ലൊക്കാലിറ്റിയിൽ ഒരു പോസ്റ്റിംഗ് കൊടുക്കും. സബ് സെന്റർ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവർ കൊടുക്കും. ഇതൊക്കെ സ്റ്റുഡൻസ്, ഇവിടുത്തെ സ്റ്റുഡൻസ് ഉണ്ടാക്കി, ഇവിടുത്തെ സ്റ്റുഡൻസ്, സീനിയർ സ്റ്റുഡൻസ് ഉണ്ടാക്കിയതാണ് അതൊക്കെ. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ലാബ്. ഓക്കെ. ഇപ്പോൾ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ ലാബിന്റെ പർപ്പസ് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ പേഷ്യൻസിന്റെ ഫുൾ എന്താ പേപ്പർ റെക്കോർഡ് ചെയ്യുന്ന മൊത്തം ഡോക്യുമെന്റ്സിലാണ്, പേപ്പറിലാണ്. പക്ഷെ ഇപ്പം അത് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. അപ്പം എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റത്തിലാണ്. അപ്പം സിസ്റ്റം വർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നഴ്സിംഗ് പ്രൊഫഷനിൽ എന്നുള്ളതാണ് കമ്പ്യൂട്ടർ നഴ്സിംഗ് സിലബസിൽ വരാമെന്ന്. സെപ്പറേറ്റ് ആയിട്ട് ലാബാണോ അതോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇല്ല, ഇവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിന്റെ എക്സാം ഇല്ല, പക്ഷെ തിയറി ഇത്ര അവേഴ്സ് ഉണ്ട്. ഇനി ഏതെങ്കിലും ലാബ് ഉണ്ടോ കാണാൻ? ഫൗണ്ടേഷൻ ലാബ് കൂടി നമുക്ക്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് കോളേജിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കണം. കുറച്ച് സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ ലാബിൽ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഓക്കെ. അതിന് മുന്നേ ഞാൻ പേഴ്സണലായിട്ട് മാഡത്തിന് ചോദിക്കും, കോളേജിന്റെ ഇത് എങ്ങനെയാണ് മൊത്തത്തിൽ? ഇവിടെ ഒരു മലയാളി സ്റ്റാഫ് ആണല്ലോ. കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് മലയാളി സ്റ്റാഫ്സ് ഉണ്ട്, സെയിം ടൈം കർണാടക സ്റ്റാഫ്സ് ഉണ്ട് ആൻഡ് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സ് ഉണ്ട്. പിന്നെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് മലയാളീസ് ആയതുകൊണ്ട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളീസ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും മലയാളി സ്റ്റാഫ്സ് ഉണ്ടെങ്കിൽ. ആൻഡ് മാനേജ്മെന്റ് മലയാളീസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു പ്രയോറിറ്റി എപ്പോഴും കിട്ടുന്നുണ്ട്. ഇവർക്ക് ധാരാളം മലയാളി കുട്ടികളെ പഠിക്കുന്നത്, ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന മലയാളത്തിൽ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ടോ? ക്ലാസ്സസ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ബിക്കോസ് മീഡിയം ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു കൊടുക്കണല്ലോ. കാരണം ഇവർ ഇനി പോകുമ്പോൾ അബ്രോഡൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ. ആൻഡ് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലി വന്നിട്ട് നമ്മളത് ചോദിക്കാം. സ്റ്റാഫ് റൂമിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് കോളേജിലേക്ക് വരില്ലേ, അപ്പോൾ അവർക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പോയ
കമ്മ്യൂണിറ്റി ലാബൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോകുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ കന്നഡയാണല്ലോ സംസാരം ലാംഗ്വേജ്. അപ്പോൾ അത് അവർക്ക് മനസ്സിലാൻ വേണ്ടി അതിന്റെ ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കന്നഡയുടെ ട്രെയിനിങ്ങും കൂടി ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം കന്നഡ അറിയുന്ന അല്ലെങ്കിൽ കന്നഡ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റാഫ് വന്നിട്ട് അവർക്ക് കന്നഡ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ലൈക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ അതുപോലെ ഇംഗ്ലീഷൊക്കെ മറ്റേ കുറച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ല. കേരളത്തിൽ മെജോറിറ്റിയും ക്ലാസ് എടുക്കുന്നത് മലയാളത്തിലായിരിക്കും. അപ്പോൾ ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാഡത്തിൻ്റെ അടുത്ത് ഒരു കുട്ടി വന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90% കുട്ടികൾക്കും ഒരു പേടിയാണ്. അപ്പോൾ അതിന് ട്രെയിനിങ് എക്സ്ട്രാ എല്ലാം കൊടുക്കുന്നുണ്ടോ? അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ അവർക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. സോ അത് വെച്ചിട്ട് ഏതൊക്കെ സ്റ്റുഡൻസിനാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ പ്രാക്ടീസ് വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ബട്ട് വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ സം ലൈക്ക് കൂടുതൽ ആർക്കാണ് വേണ്ടത് അവർക്ക്. പിന്നെ അതുപോലെ മാം എവിടെ താമസിക്കുന്നത്? ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ, കോളേജിന്റെ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് അല്ലേ? സ്റ്റുഡൻസും ഒപ്പം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വാർഡനായിട്ടും കൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നൈറ്റ് ഒക്കെ അപ്പോൾ സ്റ്റുഡൻസ് ഡൗട്ട് ഒക്കെ ചോദിക്കാൻ നൈറ്റ് സ്റ്റഡി ടൈം ഉണ്ട്. അപ്പം ആ ടൈമിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത ലാബ്സും കാണുന്നു. അതെനിക്ക് സ്റ്റുഡൻസിന്റെ അടുത്തും ഒന്ന് കോളേജിനെ പറ്റി ചോദിച്ചറിയാം. ഇതാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ്. ലൈക്ക് പ്രീ ക്ലിനിക്കൽ ലാബ് എന്ന് പറയും. അത് നമ്മൾ ക്ലിനിക്സിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് മൊത്തത്തിൽ അവർക്ക് ഫുൾ പ്രാക്ടീസ് സെഷൻസ് കൊടുക്കുന്നത് ഈ ലാബിൽ വെച്ചാണ്. ഇപ്പൊ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ വന്നതാണ്. അപ്പം ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, ലൈക്ക് സെക്കൻഡ് സെം സ്റ്റുഡൻസ് ആണ്. അപ്പം അവര് ഡെമോൺസ്ട്രേഷന് വേണ്ടി വന്നതാണ്. പിന്നെ ഒരു മിസ് കൂടി ഉണ്ട്, ഇൻചാർജ്. ഇത് ഫൗണ്ടേഷൻ ലാബിന്റെ ഇൻചാർജ് ആണ് ഇവിടുത്തെ. എനിക്ക് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ് അക്കാദമിക് കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസിന്റെ അടുത്തൊന്ന് ചോദിക്കണം. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കണം. ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കോളേജിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേര് എങ്ങനെയായിരുന്നു? അതുല്യ. അശ്വിനി. റോഷ്ന. ഡെൽന. ചോദിക്കാൻ പറഞ്ഞു. നാട്ടിലെവിടെയാണ്? കോട്ടയം. കാസർഗോഡ്. ജിനീറ്റ. ഇടുക്കിയില്. ഓക്കെ. തൃശ്ശൂർ. എറണാകുളം. കാസർഗോഡ്. ഓക്കെ. നിങ്ങളുടെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? ഇതൊന്ന് കോളേജൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പിന്നെ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണോ എടുക്കുന്നത് അതോ മലയാളം? കാരണം ഇത് മലയാളി മാനേജ്മെന്റ് കോളേജ് അല്ലേ, അപ്പോൾ ധാരാളം മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്, മലയാളി സ്റ്റാഫും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മലയാളത്തിൽ ക്ലാസ് എടുത്തു തരുന്നുണ്ടോ അതോ ക്ലാസ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണോ എടുക്കുന്നത്? ഇംഗ്ലീഷിൽ. നിങ്ങൾക്ക് മനസ്സിലാവാത്തതൊക്കെ അത് മലയാളത്തിലൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ? എങ്ങനെയാണ്? പറഞ്ഞു. ക്ലാസിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ക്ലാസ് എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ്. ഓക്കെ. നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ടൈം നിങ്ങൾ ഫസ്റ്റ് ഇയറല്ലേ പഠിക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിലേക്ക് വന്ന സമയത്ത് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫ്രണ്ട്സായിട്ടും എല്ലാവരുമായിട്ട് അങ്ങനെ ധാരാളം ഫുള്ളും നിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും മലയാളീസൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഹോസ്റ്റലിൽ വേറെ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നുമില്ല? പിന്നെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഫുഡ് ആദ്യം വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നല്ലേ, അപ്പം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ശരിയായി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഫുഡൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നോൺ വെജ് ഉണ്ടോ? നോൺ വെജ് ഒക്കെ ഉണ്ട്. വീക്കിലി ട്വൈസ് ഉണ്ട്. എഗ്ഗും കിട്ടും, ചിക്കൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെയുള്ള ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടോ അതോ? ഉണ്ട്. ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ്. ഫുഡ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലല്ലേ നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ പോസ്റ്റിംഗ് പോയോ? എങ്ങനെയാണ്? ഇല്ല, ഞങ്ങളുടെ ഒരു ബാച്ച് പോസ്റ്റിങ്ങിന് പോയേക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. നിങ്ങളൊരു ബാച്ച് പോസ്റ്റിങ്ങിന് പോകും. ആ സമയത്ത് നിങ്ങളുടെ ട്രെയിനിങ് ഡെമോൺസ്ട്രേഷൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുള്ളൂ അല്ലേ? അവരെവിടെ പോയിരിക്കുന്നത്? അപ്പോളോ അല്ലേ? എങ്ങനെ പോസ്റ്റിംഗ് ഒക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ? കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ എങ്ങനെയാണ് നടത്താറുണ്ടോ ഇവിടെ? ഇപ്പോൾ സെമസ്റ്റർ എക്സാം കഴിഞ്ഞില്ലേ നിങ്ങളുടെ? എങ്ങനെയുണ്ട്? മാർക്കൊക്കെ എല്ലാവർക്കും നല്ല മാർക്കുണ്ട്.
നിങ്ങൾ എക്സാം സെമിസ്റ്ററിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇന്റേണൽ എക്സാം മോഡൽ എക്സാം ഒക്കെ നടത്താറുണ്ടോ? എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഔട്ടിങ് കിട്ടാറുണ്ടോ? ഓക്കെ, ഇപ്പോഴും ഔട്ടിങ് എങ്ങനെയാണ്? സൺഡേസിൽ ഔട്ടിങ് അല്ലേ? അപ്പോൾ നിങ്ങൾ നേഴ്സിംഗ് എന്താ ബാംഗ്ലൂർ പ്രിഫർ ചെയ്തത്? ഞങ്ങള് കേരളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടുന്ന് ഒരു ഡിഫറെന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് LBSലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പ്ലസ് ടു എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? 88% മാർക്ക് ഉണ്ടായിരുന്നു. കിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണോ ഇവിടെ ചൂസ് ചെയ്തത്? സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ എല്ലാവരും കേരളത്തിൽ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണോ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണോ? അല്ല, പൊതുവെ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ടാണ് നേഴ്സിംഗ് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഭാഷയൊക്കെ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാലോ. അങ്ങനെ കേരളത്തിൽ അപ്ലൈ ചെയ്തായിരുന്നു? ഇല്ലില്ല, ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിലോട്ട് ബാംഗ്ലൂർ മാത്രമേ നോക്കിയുള്ളൂ. എങ്ങനെ പ്ലസ് ടു എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? 92%. 92% മാർക്ക്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ പ്ലസ് ടു മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? 85% ഉണ്ടായിരുന്നു. 93% ഉണ്ടായിരുന്നു. 92 85. LBSൽ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇല്ല, കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രൈവറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടത്തെ ബാംഗ്ലൂരാണ്. പ്രൈവറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എവിടെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? ആലപ്പുഴയിൽ. ഫീസിന്റെ ഡിഫറൻസ് ഉണ്ടോ? പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമല്ലോ എന്തായാലും. പിന്നെ എല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ എല്ലാം ഈക്വൽ ആണ്, മണിയൊക്കെ ഈക്വൽ ആണ്. പേയ്മെന്റ് ഫീസും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ബാംഗ്ലൂർ ചൂസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളം അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വിടാൻ ഇങ്ങോട്ട് എല്ലാ പേരൻസിനും ഒരു ടെൻഷനാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? കൂട്ടായിട്ടാണോ ഫ്രണ്ട്സ് ആയിട്ടാണോ അവർ വന്നിട്ടുണ്ടായിരുന്നത്, അതോ ഒറ്റയ്ക്കാണോ വന്നിട്ടുണ്ടായിരുന്നത്? ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടോട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, വന്ന അവിടെ എല്ലാവരുമായിട്ടും കമ്പനിയായി. പിന്നെ ആ ഒരു വൈബില് ഇപ്പോഴും ഓക്കെ പോകുന്നു. അത് നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, പക്ഷെ തൃശ്ശൂരിൽ നിന്ന് തന്നെ കുറെ പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെയായിട്ട് ഇവിടെ വന്ന ശേഷം അവരൊക്കെയായിട്ട് കൂട്ടായി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നാട്ടിലേക്ക് വെക്കേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ബുദ്ധിമുട്ടാണ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇവിടെ നാഗസാന്ദ്ര വരെ മെട്രോ വരെ വണ്ടിയിലാക്കി തരും, കോളേജ് ബസ്സിൽ തന്നെ ആക്കി തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് മെട്രോ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ടല്ലോ. ആ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കില്ലല്ലോ? ഇല്ല, പോകാൻ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ബുദ്ധിമുട്ടൊന്നും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പറഞ്ഞതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സെന്റ് ക്ലാരറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വിശേഷങ്ങൾ. ഈ ഒരു കോളേജ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണ്. അതുപോലെ INC KNC എല്ലാവിധ അപ്രൂവലുള്ള കോളേജ് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ആയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോളേജ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് GNM വരുന്നുണ്ട്, BSc നഴ്സിംഗ് വരുന്നുണ്ട്, പോസ്റ്റ് BSc നഴ്സിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ MSc നഴ്സിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോളേജിൽ അഡ്മിഷനോ അല്ലെങ്കിൽ ഈ കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.